എനിക്ക് 18 വയസ്സായപ്പോഴായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം. അപ്പോൾ താലികെട്ടൊക്കെ കഴിഞ്ഞ് പന്തലിൽ നിൽക്കുമ്പോൾ ഹരീഷിൻ്റെ പരിചയത്തിലുള്ള ഒരു ചെറിയ കുട്ടി, ഒരു 2 വയസ്സ് 3 വയസ്സായ കുട്ടി, അവൾ വന്ന് എന്നെ ഓൺട്ടീന്ന് ആദ്യമായിട്ട് വിളിച്ചു. ഭയങ്കര ഒരു വിഷമമായിരുന്നു എനിക്കത് കേട്ടപ്പോൾ. എന്നുവെച്ചാൽ എനിക്കപ്പോൾ 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. പക്ഷേ ഇറ്റ് സംതിങ് യു ടു ആക്സെപ്റ്റ് എന്നുള്ളൊരു രീതിയിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ എന്നെ ഓൺട്ടീന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ കുട്ടികളുടെ ക്ലാസ്മേറ്റ്സ് അവരും എന്നെ ഓൺട്ടീന്ന് വിളിക്കാൻ തുടങ്ങി. അത് കാരണം മീൻസ് ഐ എം യൂസ്ഡ് ടു ബീയിങ് കോൾഡ് ഓൺട്ടി. പക്ഷേ ഈയിടെ ഒരു സംഭവം നടന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തി പിന്നീന്ന് ഓൺട്ടി എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞൊന്നും നോക്കിയില്ല. പിന്നെ മനസ്സിലായ എന്നെയാണ് വിളിക്കണേന്ന്. തിരിഞ്ഞു നോക്കിയപ്പോൾ അതൊരു സ്ത്രീ ആയിരുന്നു. ആൻഡ് ഐ മീൻ ലിറ്ററലി എ സ്ത്രീ കേട്ടോ. അവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ്, എല്ലാം പോസ്റ്റും ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് ഷി വാസ് എക്സ്ട്രീംലി ഹാപ്പി സീയിങ് മീ. ഞാനും ഭയങ്കര ഹാപ്പിയായി അവരായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ. ബട്ട് ദ തിങ് ഇസ്, ആ ഒരു ഓൺട്ടി വിളി, അവർ എന്നെ ഓൺട്ടിന്ന് വിളിച്ചത് അതെനിക്ക് ഇത്തിരി കൊണ്ടു. കുശലൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ലേറ്റ് മാരേജ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആ കുട്ടി 38 വയസ്സിലാണ് അവർക്ക് കുഞ്ഞുണ്ടായത്. കുട്ടിക്കിപ്പോൾ 2 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ മാത്സ് പ്രകാരം അവർക്കൊരു 40 വയസ്സായിട്ടുണ്ട്. എനിക്ക് 47 വയസ്സായി. അപ്പം 47 വയസ്സായ എന്നെ 40 വയസ്സായ ഒരു ലേഡി ഓൺട്ടീന്ന് വിളിച്ചു. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആൺകുട്ടികൾ നമ്മളെ ഒരിക്കലും ഓൺട്ടീന്ന് വിളിക്കില്ല. അവർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മാഡം എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചേച്ചിന്ന് വിളിക്കും, ഒരിക്കലും ഓൺട്ടീന്ന് വിളിക്കില്ല. പക്ഷേ ഈ സ്ത്രീകൾക്ക് ഭയങ്കര പ്രവണതയാണ് ടു കോൾ അനദർ ലേഡി ഓൺട്ടി. സോ ഇറ്റ്സ് ട്രൂ. അപ്പോൾ ഈ ഒരു പ്രവണത നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അപ്പോൾ അതിന് ഞാനൊരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്കൽ ഫോർമുല ആണ് കേട്ടോ. കുറച്ചധികം ആലോചിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ സ്കൂളിൽ LKG പഠിക്കുന്ന കുട്ടിക്കും 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കും തമ്മിൽ ഏജ് ഡിഫറൻസ് ഒരു 17-18 വയസ്സുണ്ടാവും. പക്ഷേ ഈ LKG പഠിക്കുന്ന കുട്ടി 12th പഠിക്കുന്ന കുട്ടീനെ ഓൺട്ടീന്ന് വിളിക്കുമോ? ഇല്ലല്ലോ, ചേച്ചി എന്നല്ലേ വിളിക്കുക. അപ്പോൾ ഒരു 18-20 വയസ്സ് വ്യത്യാസം ഇല്ലെങ്കിൽ please do not call the other person aunty. ആൻഡ് നിങ്ങൾക്ക് അവരെ അധികം പരിചയമില്ലെങ്കിൽ ഒരിക്കലും അവരെ ഓൺട്ടീന്ന് വിളിക്കരുത്. മാഡം, ദാറ്റ് ഈസ് എ റൈറ്റ് വേ ഓഫ് കോളിങ്. ബിക്കോസ് യു നോ, ഓൺട്ടീന്ന് വിളിക്കുന്നത് ഒരു പ്രിവിലേജാണ്. അത് എല്ലാവർക്കും കിട്ടുന്ന പ്രിവിലേജ് അല്ല, പരിചയമുള്ള ആൾക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജാണ്. സോ if you are planning to address some woman who doesn't know you well, please don't call her auntie, call her madam. That will be appreciated. ഇതിപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഇവിടെ വിളമ്പാണെന്ന് വിചാരിക്കരുത്. ഇത് കുറേ സ്ത്രീകളുടെ ഒപ്പീനിയനാണ്. പക്ഷെ ആരും അങ്ങനെ പറയാറില്ല എന്ന് മാത്രം. ഞാനിവിടെ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ശരി, ശുക്രിയ എന്ന് പറഞ്ഞാൽ പാചകം.